നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്ത സ്വാദിലുള്ളൊരു ഷമാം മിൽക്ക് ഷേക്കാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഇടത്തരം വലുപ്പമുള്ള ഒരു ഷമാം എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മസ്ക് മെലൻ എന്ന് പറയും. ഇത് വാട്ടർ മെലൻ, അതായത് തണ്ണിമത്തൻ പോലെ ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് സമയത്ത് ഇത് കുടിക്കുന്നത് നമ്മളുടെ ശരീരം തണുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഷമാം എടുക്കുമ്പോൾ നല്ല പഴുത്ത ഷമാം നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലെ സീഡ് നമുക്ക് ആവശ്യമായിട്ടില്ല. സീഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുത്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഐസ്ക്രീം സ്കൂപ്പറാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റാം. അങ്ങനെ സീഡ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സീഡ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പ് ഉണ്ടാവും. ായിട്ട് ഇതിനുള്ളിലെ ഫ്ലഷ് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പോൾ നല്ല പഴുത്ത ഷമാമാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ തോട് കട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സെർവിങ്ങിന് വേണമെങ്കിൽ ഈ ഒരു തോട് യൂസ് ചെയ്യാം. അപ്പോൾ പ്രസൻറ്റേഷൻ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. ഫ്ലഷ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ തോട് കളയേണ്ട. ലാസ്റ്റ് നമുക്ക് സെർവിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലഷ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് മുന്നേ കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഗാർണിഷിനായിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തായിട്ട് മിക്സിയിലിട്ട് വലിയ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അടിച്ചെടുത്ത ഷമാം ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്താലും മതിയാവും. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്താലും മതിയാവും. കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഒരു യെല്ലോ കളറും കൂടി ഉണ്ടാവും. അപ്പോൾ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. സബ്ജ സീഡ്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. ഒരു 10 മുതൽ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ സബ്ജ സീഡ്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു ബൗളിലോട്ട് കുറച്ച് ചൗരി എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പ് ചൗരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് ചൗരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് ചൗരി സഹായിക്കും. അതുപോലെ തന്നെ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്ക് ചൗരിയും കൂടി കടിക്കാനായിട്ട് കിട്ടും. ഇനി ചൗരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചൗരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ചൗരി കഴുകിയെടുത്തപ്പോൾ ചൗരി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചൗരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചൗരി ചേർത്ത് കൊടുക്കാം. ഈ ചൗരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 1/4 വേവ് വേവിച്ചെടുത്താൽ മതിയാവും. അതായത് ഒരു 80% വേവിച്ചെടുക്കണം. അപ്പോൾ ചൗരി വെന്ത് കിട്ടാനായിട്ട് കുറഞ്ഞതൊരു 15 മുതൽ 20 മിനിറ്റ് എടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൗരി ഏതാണ്ട് 1/4 വേവ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ചൗരി വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി മാറ്റാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഡ്രിങ്ക് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് ഇതിൻ്റെ വെള്ളം ഊറ്റി മാറ്റുന്നില്ല, വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ഫുൾ ഫാറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി കട്ടി കിട്ടും. ഞാനിപ്പോൾ ലോ ഫാറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാല് തിളപ്പിക്കാത്ത പാലാണ്. അതുകൊണ്ട് തന്നെ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലും ചൗരിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിലും നമുക്ക് പഞ്ചസാര ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കാരണം ഇതിൽ നമ്മൾ കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാവും. നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതിന് മുന്നേ ചൗരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചൗരി പിന്നെ വേഗില്ല. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ കൂടി ചേർത്തെടുക്കാം. കസ്റ്റേർഡ് പൗഡർ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ കുറച്ചങ്ങ് കട്ടിയായിപ്പോവും. അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ആക്കിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ. ഇപ്പോൾ ഡ്രിങ്ക് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ വരെ ചേർക്കാം. തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കസ്റ്റേർഡ് പൗഡർ ചേർക്കേണ്ടത്.
കസ്റ്റർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പാലിൻ്റെ ഒരു മിക്സ്ചർ പെട്ടെന്ന് തന്നെ കുറുകി തുടങ്ങും. അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നോക്കൂ, അതിൻ്റെ കളർ ഉണ്ടോ, ലൈറ്റ് ഒരു യെല്ലോ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടില്ല. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കണേ. ഈ ഒരു സമയം മധുരം കൂടെ നോക്കണേ. മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. പിന്നെ കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും പകുതി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്തായാലും ഈ ഒരു ഡ്രിങ്കിന് കുറച്ചെങ്കിലും കണ്ടൻസ് മിൽക്ക് ചേർക്കണേ. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. മിക്സ്ഡ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന മസ്ക് മെലൻ്റെ ജ്യൂസും കൂടി ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലാം പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസോ ചേർക്കാം. പക്ഷേ ഈ ഒരു മസ്ക് മെലന് അതിൻ്റെതായ ഒരു സ്വാദുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എക്സ്ട്രാ ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഡ്രിങ്ക് നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ചൗരിക ചേർത്തുകൊണ്ട് തന്നെ ഇടയ്ക്ക് കടിക്കാനും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ ഡ്രിങ്ക് നന്നായിട്ടും തണുത്തിട്ടുണ്ട്. നോക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെയെന്നുള്ളത് ഇത് കുറേ സമയം ഇരുന്നാലും ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന സബ്ജ സീഡ്സും കൂടി ചേർത്തെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സാണ് കുതിർത്ത് വെച്ചത്. ഇപ്പോൾ നോക്കുക അതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് മുഴുവനോടെ തന്നെ ചേർത്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസ്ക് മെലൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത ചൗരിയും അതുപോലെ തന്നെ സബ്ജ സീഡ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും കൂടി ചേർത്തതിന് ശേഷം സെർവ് ചെയ്യാം. അധികം നേരം വയ്ക്കരുത്. അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫില്ലിംഗ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം ഇടയ്ക്കൊരു മധുരം കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കാം. ഡ്രിങ്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് നട്ട്സും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസ്ക് മെലനും വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് നോക്കൂ, ഞാൻ നേരത്തെ മസ്ക് മെലൻ്റെ തോട് മാറ്റി വെച്ചില്ലായിരുന്നു, അതിലോട്ടും ഇത് ഒഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ അതിൽ ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് വളരെ കൗതുകമായിരിക്കും. അതുപോലെ തന്നെ പ്രസൻറ്റേഷന് വളരെ നല്ലതാട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ സമ്മർ സമയത്ത് ഇത് നല്ല ഓഫറിൽ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. ഇത് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് നോക്കുക. ഇതൊരു വ്യത്യസ്ത സ്വാദിലുള്ളൊരു ഡ്രിങ്കാണ്. സാധാരണ മസ്ക് മെലൻ മാത്രം നമ്മൾ മിക്സിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കുടിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാൻ മറക്കരുതേ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്